അടുത്ത വ്ളോഗിൽ നമ്മൾ വെള്ളം വേണോ കുഞ്ഞിക്ക്? അങ്ങനെ നീണ്ട 2 മാസത്തെ വേനലവധിക്ക് ശേഷം സ്കൂളിതാ തുറക്കാനുള്ള ദിവസം ഇങ്ങെത്തി. അവധിക്കാലം അവർക്ക് വേണ്ടതെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞോ എന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്ന് തന്നെ. ഞങ്ങൾ വിനോദയാത്രയൊന്നും പോയിട്ടില്ല. മുന്നേ പോയ നാട്ടിലെ ഇടങ്ങളിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ പോയി. ഏതന് അത് തന്നെ ധാരാളം. സ്കൂളടച്ചപ്പോ ഞാനും ഏട്ടനും കൂടി ഏതനെ മുട്ട സൂപ്പിയാക്കി. അതിനുശേഷം വന്ന മുടി ഏതനെ പോലെ തന്നെ, ഒട്ടും അനുസരണയില്ല. അതിനുള്ള പരിഹാരത്തിനാണ് ഇപ്പോ ടൗണിൽ വന്നത്. മുടി മുറിച്ച് കുട്ടപ്പനായപ്പോ ഇനി അവന് മക്കയിൽ പോണം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മക്കയല്ല കേട്ടോ, മക്ക ഹൈപ്പർ മാർക്കറ്റ്. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്ത മക്ക ഹൈപ്പർ മാർക്കറ്റ്. മക്കളെയും കൂട്ടി സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് എന്തുകൊണ്ടും നല്ലതാണ് കുട്ടികൾക്കായുള്ള ഈ കളിസ്ഥലം. ഏതന് എത്ര വന്നാലും മടുക്കാത്ത ഒരിടം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവന്റെ പ്രയാണം അവൻ ആവോളം ആസ്വദിച്ചു, സന്തോഷിച്ചു. അല്ല ഇതാരപ്പ? അതിനിടെ നമ്മുടെ നാട്ടിലെ 2 മൊഞ്ചത്തിമാര് ശ്യാമിലിയും സുമയ്യും ഇവര് മക്കളെയും കൂട്ടി വന്നതാ. നമ്മുടെ വീഡിയോകളെ കുറിച്ച്, എസ്പെഷ്യലി ഒപ്പന വീഡിയോയെ കുറിച്ച് കൊറേ സംസാരിച്ചു. പോകാമെന്ന് ഉമ്മ പറഞ്ഞെങ്കിലും ആ മോളുടെ വിധം മാറി. ഏതനാണെങ്കിൽ ഒരു കൂട്ട് കിട്ടിയപ്പോ അവൻ ഒന്നുകൂടെ ഉഷാറായി. ഇനി ഏതന്റെ അടുത്ത മിഷൻ ഫോളോ മീ. മൊബൈലിലെ സ്ക്രീൻ ടച്ച് ചെയ്യുന്ന ലാഘവത്തിൽ ലിഫ്റ്റ് ബട്ടൺ അവൻ പ്രസ് ചെയ്ത് നേരെ താഴേക്ക്. ഇതൊക്കെ നമ്മളെ സ്വന്തം ഏരിയ എന്ന മട്ടിലേത്. കണ്ണാടിക്കൂട്ടിലെ മധുര പലഹാരങ്ങൾ. പക്ഷേ അവന് വേണ്ടത് വേറൊരു സംഭവമാണ്. അവന്റെ സ്ഥിരം കസേര. അവൻ രാജാവിനെ പോലെ ആസനസ്ഥനായി. ക്ഷമ നശിച്ചുള്ള കാത്തിരിപ്പ്. ദാ വരുന്നു സാധനം. ഏറ്റവും ഇഷ്ടത്തോടെ അവൻ കഴിക്കുന്ന ചിലതിലൊന്ന്. ഇതിലെ ക്രീമും മധുരവും എല്ലാം ആരോഗ്യത്തിനത്ര നല്ലതൊന്നുമല്ല. നമ്മൾ നിർബന്ധിതരാവുമ്പോ മറ്റു മാർഗമില്ലാതെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. എന്തുകൊണ്ടോ അവന്റെ ശ്രദ്ധ മാറി. അവന് മതിയായ പോലെ തോന്നി. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ. ബേക്ക് സ്റ്റോറി എന്ന ഈ ടൈപ്പോഗ്രാഫി ലോഗോ അനൂപേട്ടന്റെ ക്രിയേഷനാണ്. മസാല ദോശയാ ഈ രാത്രി നേടുന്ന മസാല ദോശ കിട്ടാ. ഇപ്പൊ സമയം അറിയാം. വെള്ളം വേണോ കുഞ്ഞിക്ക്? വെള്ളം കൊടുക്കും. ആരെ വിളിക്കണ്ടേ? ഏതേച്ചി? ഇത് കുറച്ച് കുടിക്ക്. മധുരം തിന്നതല്ലേ, വേണ്ട. ടൗണിൽ വന്നു കഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോവാൻ ഓന് പറ്റുകയില്ല. അല്ല മോനെ, നമുക്ക് ഇങ്ങനെ പറന്നോണ്ടേയിരിക്കണം. ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ? അല്ല മോനെ, പിന്നെന്താ അമ്മ പറഞ്ഞേ? അത് തന്നെ പറഞ്ഞേ. എനിക്ക് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് പോകണം. എന്താ വേണ്ടത് ഇനി? എന്ത് ബിസ്ക്കറ്റ്? 500 റുപ്യക്ക് ബിസ്ക്കറ്റാ? 500 റുപ്യക്ക് ബിസ്ക്കറ്റാ? പൈസ ഉണ്ടാ? പൈസ എവിടെയുള്ള? എവിടെ പൈസ കൊടുത്തോ?
ബിസ്ക്കറ്റ് ആ കടക്കാരൻ വെറുതെ തരൂല, പൈസ കൊടുക്കണം. പൈസ കൊടുത്താലേ ബിസ്ക്കറ്റ് തരൂലൂ. പൈസ ഉണ്ടാ കുഞ്ഞിന്റെ കയ്യില്? ഉണ്ടാ മോന്റെ കയ്യില് പൈസ ഉണ്ടാ? പൈസ ഉണ്ടെങ്കിലേ കടക്കാരൻ ബിസ്ക്കറ്റ് തരൂ. എന്താ ചെയ്യുക? പ്രവീണിയാ മുടി കുറിച്ച പ്രവീണിയാ? പ്രവീൺ ബിസി ആയിരിക്കും. പിന്നെ എന്താ പറഞ്ഞ? ബിസ്ക്കറ്റ് വാങ്ങാൻ പറയാൻ. പ്രവിയോടാ? പറയാം. പ്രവീനെ വിളിച്ചിട്ട് പറയാം. പ്രവീനെ വിളിച്ചിട്ട് പറയാട്ടാ. പ്രവി വരുമ്പോ കൊണ്ടുവരുമായിരിക്കും. ഒന്ന് വിളിച്ചു പറയട്ടെ. ഹലോ പ്രവി അല്ലേ? ഏതനി ബിസ്ക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടേ. നീ വരുമ്പോ കൊണ്ടുവരൂലേ? എത്ര ബിസ്ക്കറ്റാണ്? 500 റുപ്യക്ക് ബിസ്ക്കറ്റ് വാങ്ങണേ. ശരി, ഓക്കെ. പ്രവി ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ അല്ലേ? എന്നാ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ? പ്രവി ബിസ്ക്കറ്റ് ഉണ്ട്.